ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് യൂണിഫോം എൽ ഷേപ്പ് ലാമിന, എ തിൻ ഫ്ലാറ്റ് പ്ലേറ്റ് വിത്ത് ദ ഡയമെൻഷൻസ് ആസ് ഷോൺ. ദ മാസ് ഓഫ് ദ ലാമിന ഈസ് 3 kg. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ഷീറ്റ് ഉണ്ട്, യൂണിഫോം തിക്നെസ് ആണുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഷീറ്റിൻ്റെ ടോട്ടൽ മാസ് 3 kg തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് കാണാം. ലാമിന ആണെങ്കിൽ ഈ ലാമിനയുടെ കംപ്ലീറ്റ് ഡയമെൻഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്ര ലെങ്ത് ഉണ്ട്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഈ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എൽ ഷേപ്പ് ലാമിന. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഒന്ന് എൻലാർജ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിൽ വരയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസാണ് വേണ്ടത്. പല മെത്തേഡുകളുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഞാനിവിടെ ഈ കോർണറിൽ നിന്നുണ്ടല്ലോ താഴേക്ക് ഇങ്ങനെ ഒരു ഡോട്ട് ലൈൻ വരച്ചേക്കട്ടെ. 2 റെക്റ്റാങ്കിൾ സൈഡ് കിട്ടിയില്ലേ? ഇല്ലേ? ഏതാണ് ആദ്യത്തെ റെക്റ്റാങ്കിൾ? ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനൊരു റെക്റ്റാങ്കിൾ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു റെക്റ്റാങ്കിളും കൂടി ഉണ്ട് അല്ലേ? ആദ്യത്തേതിൻ്റെ ഏരിയ A1 പേര് കൊടുക്കുക, രണ്ടാമത്തേതിൻ്റെ ഏരിയ A2 എന്ന് പേര് കൊടുക്കുക. അതാദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം A1 കണ്ടുപിടിക്കുക അല്ലേ? A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇവിടെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഇത് എത്രയാണ്? ഇത് 2 ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഈ ഹൈറ്റ്. കാരണം ഇത് 0, 0യും ഇത് 0,2 ആയതുകൊണ്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് 2 ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ എന്താണ് പിന്നെ അറിയാൻ പറ്റുന്നത്? ഈ ഹൈറ്റ് 1 ആണല്ലേ? ശരിയല്ലേ? അപ്പം ഇതും 1 ആയിരിക്കണമല്ലോ. കണ്ടാലറിയാമല്ലോ. ഇത്രയും ഹൈറ്റ് 1, ഇത്രയും ഹൈറ്റും 1 ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് 2 ആവുമല്ലോ. പിന്നെ ഈ ഡിസ്റ്റൻസ് 1 ആണെന്ന് കണ്ടാലറിയാം. കാരണം അവിടെ 1,1 ഇവിടെ പോയിന്റ് കണ്ടില്ലേ? 1,1 അതിൽ നിന്ന് നമുക്കിത് 1 ആണെന്ന് മനസ്സിലായി. ഇതും 1 ആയിരിക്കും. കാരണം ഇത് ഫുൾ ഡിസ്റ്റൻസ് 2 ആണെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ ഇവിടെ 2 മീറ്റർ. ഇത് 1 ആയതുകൊണ്ട് ഇതും 1 ആവണം. എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെ നമുക്ക് A1 എന്ന് പേര് കൊടുക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ അല്ലേ? A1. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് പറയുമ്പോൾ 2 × 1. അതെന്താണ്? 2 × 1 2 ആണ്. A2 രണ്ടാമത്തെ റെക്റ്റാങ്കിൾ കാണുന്നുണ്ടല്ലോ. സെക്കൻഡ് റെക്റ്റാങ്കിൾ ഷെയ്ഡ് ചെയ്യാം. ഇവിടെ വേറൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, സെക്കൻഡ് റെക്റ്റാങ്കിൾ. നമുക്കത് A2 എന്ന് പറയാം. A2 എന്ന് പറഞ്ഞാൽ അതും ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണല്ലോ. A2 ലെങ്ത്ത് 1, ബ്രെഡ്ത്തും 1 ആണ്. 1 × 1 1 മീറ്റർ സ്ക്വയർ ആണ്. A1ഉം A2 റെഡി ആയിട്ടുണ്ട്. ഇനി A1 ഫസ്റ്റ് ഏരിയയുടെ സെൻറ്റർ ഓഫ് മാസും കാണാം, സെക്കൻഡ് ഏരിയയുടെ സെൻറ്റർ ഓഫ് മാസും കാണാം. രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ എൽ ഷേപ്പ് ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് കാണാം. A1ൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിട്ട് വരും? അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇത് എവിടെയായിട്ട് വരും അല്ലേ? ശരിയല്ലേ? അതെങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമോ? അത് മിഡിൽ പോയിൻ്റ് എടുത്താൽ മതി. അതായത് ഇവിടെ താഴത്തെ മിഡിൽ പോയിൻ്റ്. മനസ്സിലായല്ലോ? കറക്റ്റ് സെൻറ്റർ കിട്ടാൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് 1/2 ആണല്ലോ. ഇത്രയും ഡിസ്റ്റൻസ് 1/2. ഇവിടുന്ന് മിഡിൽ പോയിന്റിൽ നിന്ന് മുകളിലോട്ടൊരു ഡോട്ട് ലൈൻ വരച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ മിഡിൽ പോയിന്റ് 1/2 ആണ്. അപ്പോൾ ഇവിടെ 1/2 കോമ. അതുപോലെ ഇവിടുത്തെ മിഡിൽ പോയിന്റിൽ നിന്നും അല്ലേ, ഇവിടുത്തെ മിഡിൽ പോയിന്റിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഡോട്ട് ലൈൻ വരച്ചു. അപ്പോഴാണല്ലോ സെൻറ്റർ കിട്ടുക. ഈ 2ൻ്റെ മിഡിൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ 1 ആയിരിക്കും വരാം. കണ്ടാലറിയാലോ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ സെൻറ്റർ ഓഫ് മാസ് 1/2 കോമ 1. A1ൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ x1 കോമ y1 എന്നാണ് എഴുതുന്നത്. അത് 1/2 കോമ 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി A2ൻ്റെ സെൻറ്റർ ഓഫ് മാസും കണ്ടുപിടിക്കണം. A2ൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതേപോലെ തന്നെ മിഡിൽ പോയിന്റ് എടുത്ത് ചെയ്യാം.
ഇവിടെ ഇങ്ങനൊരു മിഡിൽ പോയിൻ്റ് വരയ്ക്കുക. മനസ്സിലായല്ലോ? ഇങ്ങനൊരു ഇവിടുന്ന് ഒരു മിഡിൽ പോയിൻ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണല്ലോ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, ഇത്രയും ഡിസ്റ്റൻസ് വരും. അതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. അതിലിവിടം മുതൽ ഇവിടം വരെ 1 ആയിപ്പോയി. ഇവിടം മുതൽ ഇവിടം വരെ 1/2 ആയിപ്പോയി. 1 + 1/2 കറക്റ്റ് അല്ലേ? ഇത് കണ്ടാൽ അറിയാമല്ലോ അല്ലേ? 1 + 1/2 3/2 വരും. കോമ ഹൈറ്റ് അറിയാമല്ലോ, 1ൻ്റെ പകുതിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഹൈറ്റ് 1/2 3/2, 1/2 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫോർമുല ഉണ്ടല്ലോ, നമ്മളെ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് ക്യാപിറ്റൽ X, ക്യാപിറ്റൽ Y ആണ്. ക്യാപിറ്റൽ X കാണാനായിട്ടുള്ള ഫോർമുല A1 × x1 + A2 × x2. ഇവിടെ A3 ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ട. ഡിവൈഡ് ബൈ A1 + A2. എല്ലാ വാല്യൂസ് അവിടെ എഴുതിയിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞാൽ 2 ആണ്. എല്ലാം എഴുതിയിട്ടുണ്ട്. x1ൻ്റെ സ്ഥാനത്ത് 1/2 ആണ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ആണ്. ബൈ A1 + A2. A1 + A2 എന്ന് പറയുമ്പോൾ 2 + 1 3 അല്ലേ? കാൽക്കുലേഷൻ എന്ത് വരും? ഇത് ചെയ്തു വരുമ്പോൾ 1 + 3/2 5/2/3. കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. 5/6 വരും. ഇനി അതേപോലെ y കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, അത് ഇതേപോലെ A1 y1 + A2 y2, തേർഡ് ഏരിയ ഇല്ല, ബൈ A1 + A2. A1 നേരത്തെ പറഞ്ഞ പോലെ A1 2 ആണ്. y1ൻ്റെ സ്ഥാനത്ത് 1 അല്ലേ വന്നിരിക്കുന്നത്? A2 1 ആണ്. y2ൻ്റെ സ്ഥാനത്ത് 1/2 അല്ലേ നോക്കിയേ? ഓൾ ഡിവൈഡ് ബൈ A1 + A2. 2 + 1 3 ആണ്. ഇത് ചെയ്യുമ്പോഴും 5/6 കിട്ടും. കാൽക്കുലേഷൻ പറയുന്നില്ല. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് ക്യാപിറ്റൽ X, ക്യാപിറ്റൽ Y ആയതുകൊണ്ട് 5/6, 5/6 ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ?